ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ഡിസൈനിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. ചുരിദാർ ടോപ്പിൻ്റെ നെക്കിൽ ചെയ്യാവുന്ന ഒരു ഡിസൈനിങ് ആണിത്. ഇതിനു വേണ്ടി ഞാൻ സ്റ്റിച്ച് ചെയ്ത ഒരു ടോപ്പാണ് എടുത്തിട്ടുള്ളത്. ഈ ടോപ്പിൻ്റെ നെക്ക് നമുക്ക് എംബ്രോയ്ഡറി ഫ്രെയിമിലേക്ക് ഫിക്സ് ചെയ്തെടുക്കാം. ഈ ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഗോൾഡൻ ബീഡ്സ് ഞാൻ മീഡിയം സൈസാണ് എടുത്തിട്ടുള്ളത്. പല സൈസിലും ഗോൾഡൻ ബീഡ്സ് അവൈലബിൾ ആണ്. പിന്നെ വേണ്ടത് ഹാഫ് ബീഡ്സ് ആണ്. ഇതിൻ്റെ ഒരു ഭാഗം പരന്നതായിട്ടാണ് ഉണ്ടാവുക. പിന്നെ സ്മോൾ സൈസിലുള്ള നീഡിൽ, ഇത് ഷുഗർ ബീഡ്സ് തുന്നാൻ ഉപയോഗിക്കുന്ന നീഡിലാണ്. സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന നോർമൽ ത്രെഡ് ഇത്രയാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കാണാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി താഴെ കാണുന്ന റെഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ആദ്യം നീഡിലിൽ നൂല് കോർത്തെടുത്ത് താഴ്ഭാഗത്ത് ഇതുപോലെ കെട്ടിട്ട് കൊടുക്കണം. സൂചി താഴെ നിന്നും മുകളിലേക്ക് എടുക്കാം. ഇനി ഒരു ഹാഫ് ബീഡ് എടുത്ത് ത്രെഡിലേക്ക് ഇട്ട് നീഡിൽ താഴേക്കൊന്നിറക്കാം. ഒന്നുകൂടെ ത്രെഡ് ഈ ബീഡിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുക്കണം. ഇനി നീഡിൽ ഈ ജോയിൻ ചെയ്ത ബീഡ്സിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലൂടെ മുകളിലേക്ക് എടുത്ത് നമുക്ക് ഈ ഗോൾഡൻ ബീഡ്സ് ഈ ത്രെഡിലേക്ക് ഇട്ട് കൊടുക്കാം. 4-5 ബീഡ്സ് കോർത്തെടുത്താൽ മതി. ഇനി നീഡിൽ താഴേക്ക് ഇറക്കാം. വീണ്ടും നീഡിൽ ജസ്റ്റ് ഇതിൻ്റെ സൈഡിലൂടെ മുകളിലേക്ക് എടുത്ത് മുന്നേ ചെയ്ത ബീഡ്സിൻ്റെ 2 ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ത്രെഡ് കയറ്റി വീണ്ടും നമുക്ക് ഗോൾഡൻ ബീഡ്സ് 4-5 എണ്ണം കോർത്തെടുക്കാം. ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയാൽ ഓരോ ബീഡ്സിൻ്റെ ഇടയിലൂടെയും ഇതുപോലെ ത്രെഡ് ഇട്ട് കൊടുത്ത് നന്നായി ഫിക്സ് ചെയ്തെടുക്കണം. ഇനി സെക്കൻഡ് റോ സ്റ്റാർട്ട് ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഇതിന് സ്റ്റിച്ചിങ് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. തുന്നലറിയാവുന്ന ഏതൊരാൾക്കും ഈസിയായി ഈ ഡിസൈൻ ചെയ്തെടുക്കാം. നിങ്ങളുടെ അരികിൽ ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള ചുരിദാർ ഉണ്ടെങ്കിൽ ഈ ഡിസൈൻ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. പിന്നൊരു പ്രശ്നമുള്ളത് കുറച്ച് സമയം വേണ്ടി വരും എന്നുള്ളതാണ്. എന്നാലും നമുക്ക് കുറഞ്ഞ ചിലവിൽ വീട്ടിലിരുന്ന് നല്ലൊരു ചുരിദാർ ഡിസൈൻ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ തേർഡ് റോയും കംപ്ലീറ്റ് ചെയ്യണം.
ഞാൻ 3 ലൈനാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 ലൈനിൽ ചെയ്തെടുക്കാം. ഇനി നീഡിൽ താഴേക്ക് ഇറക്കി നമുക്കൊരു കെട്ടിട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് നെക്കിൽ കംപ്ലീറ്റ് ആയി ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താഴെ നിങ്ങളുടെ കമൻസ് അറിയിക്കണം. ഇനി ഇതുപോലെയുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.